ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസോറ. നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് പ്രോസസ് ഓഫ് ഡെറിവേറ്റീവ് ആണ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് ഓരോരോ ഇക്വേഷൻസ് ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഇക്വേഷനാണ് ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ഏതെങ്കിലും ഒരു എക്സ് പ്ലസ് സി ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അങ്ങനെയാണ് ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് സി ആയിരിക്കും. ദെൻ ഇൻ്റഗ്രൽ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് സി ആണ്. ഇൻ്റഗ്രൽ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ പ്ലസ് സി ആണ്. ഏതൊരു ഫംഗ്ഷനകത്തും നമുക്ക് വരുന്ന വേരിയബിൾ എന്താണ്? 1 dy എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡെറിവേറ്റീവ് ആണ്. ദെൻ ഒന്നാമത്തെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഒരു കോൺസ്റ്റൻറ്റും എ ഇൻറ്റു ഡി എക്സ് എന്ന് വരുമെന്ന് വെച്ചോ. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഡി എക്സ് വന്നാൽ നമ്മൾ ഡെറിവേറ്റീവ് പോലെ തന്നെ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തണം. അപ്പോൾ എ അവിടെ നിർത്തി. ഇനി ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് വരും. ഇൻ്റഗ്രൽ ഡി എക്സ് വരും. അപ്പം ഇൻ്റഗ്രൽ ഡി എക്സ് എന്താ മക്കളെ? എക്സ് ആണ്. അപ്പം നമ്മുടെ ആൻസർ ഈസ് എ എക്സ് പ്ലസ് സി എന്ന് വരും. എല്ലാത്തിനകത്തും നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഡെഫിനിറ്റ് ഇൻ്റഗ്രലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ എല്ലാത്തിനകത്തും പ്ലസ് സി എന്ന് ചേർക്കും. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിനകത്ത് എല്ലാത്തിനകത്തും നമ്മൾ നിർബന്ധമായിട്ടും എന്താണ്? വേരിയബിൾ ഉള്ളത്. ആ വേരിയബിൾ ഉള്ളതിനകത്ത് നിർബന്ധമായിട്ടും നമ്മൾ പ്ലസ് സി ചേർത്തിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ 4 ഡി എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നേരെ എഴുതാം 4 ഇൻറ്റു ഡി എക്സിൻ്റെത് എക്സ്, പിന്നെ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, 4x പ്ലസ് എന്ന് എഴുതാം. ഇൻ്റഗ്രൽ 5 ഡി എക്സ് ആണ് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 ഡി എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5x പ്ലസ് ഇ. ദെൻ അടുത്ത ഇൻ്റഗ്രൽ 7 ഡി എക്സ് ആണ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 7x പ്ലസ് ഇ. അതായത് ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ വരും. ക്ലിയർ ആയല്ലോ? അപ്പം ഏതൊരു കോൺസ്റ്റൻറ്റ് വന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കോൺസ്റ്റൻറ്റ് എ ബി സി ഡി ഇത് ഫിക്സഡ് ആയിട്ട് വരുന്ന കോൺസ്റ്റൻറ്റുകളാണ്. അതൊരിക്കലും വേരിയബിൾ ആവില്ല. ഇൻ്റഗ്രൽ എ സ്ക്വയർ ഡി എക്സ് ആണെന്ന് വെച്ചോ. എ സ്ക്വയർ ഡി എക്സ്, അവിടെയും എ സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ എ സ്ക്വയറിനെ അവിടെ നിർത്തണം. എന്തിൻ്റെ ഇൻ്റഗ്രലാണ്? ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി വരും. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ ബി സ്ക്വയർ ഡി എക്സ് ആണ് നോക്കുക. ആ ബി സ്ക്വയർ അവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തുക, ബി സ്ക്വയർ അവിടെ നിർത്തുക. 1 ഡി എക്സ് എക്സ് പ്ലസ് സി വരും. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റും ഡി എക്സും കൂടെ വന്നാൽ എപ്പോഴും ആ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തിയിട്ട് എന്തിൻ്റെ ഇൻ്റഗ്രൽ കൊടുക്കണം? ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് കൊടുക്കണം. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ 1 ബൈ എ സ്ക്വയർ ഡി എക്സ് ആയിക്കോട്ടെ. അപ്പോൾ 1 ബൈ എ സ്ക്വയർ എന്താ? കോൺസ്റ്റൻ്റാ. അപ്പോൾ 1 ബൈ എ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് സി വരും. അപ്പോൾ നമ്മുടെ ആൻസറായി. ഒരു കോൺസ്റ്റൻറ്റ് മാത്രം നിന്നാൽ അതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ആ വേരിയബിളിൻ്റെ മാത്രം ഇൻ്റഗ്രലാന്ന് പഠിച്ചു. ഇനി ഇവിടെ നോക്കുക, രണ്ടാമത്തെ ഫോർമുല ഇതാണ്. ഇൻ്റഗ്രൽ എ എക്സ് ഡി എക്സ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഒരു വേരിയബിളോടെ വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ആ വേരിയബിളിൻ്റെ മാത്രം ഇൻ്റഗ്രലാണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. എ അവിടെ നിർത്തി. ഏതിൻ്റെ ഇൻ്റഗ്രലാണ്? എക്സിൻ്റെ ഇൻ്റഗ്രൽ. എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ് റൈസ്ഡ് 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇ ആണ്. നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക. ഇൻ്റഗ്രൽ 4x ഡി എക്സ് ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മളിവിടെ 4 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ആ 4നെ അവിടെ നിർത്തി ഏതിൻ്റെ ഇൻ്റഗ്രലാണ്? എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ്ഡ് 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇ ആയി. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ഏതിൻ്റെ ഇൻ്റഗ്രലാണ്? വേരിയബിളിൻ്റെ ഇൻ്റഗ്രൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ദെൻ അനദർ എക്സാമ്പിൾ നോക്കുക. ഇൻ്റഗ്രൽ എ സ്ക്വയർ എക്സ് ഡി എക്സ് ആണെന്ന് വെച്ചോ. അവിടെ എ സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് ആണ്. ആ എ സ്ക്വയറിനെ അവിടെ നിർത്തണം. ഇതിൻ്റെ പവർ 1 ആണ്. എക്സ് റൈസ്ഡ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്നാ? എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇ വരും. കാരണം ഇൻ്റഗ്രൽ എക്സ് റൈസ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ്ഡ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു എക്സാമ്പിൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ 1 ബൈ എ സ്ക്വയർ എക്സ് ഡി എക്സ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഏതിനെ അവിടെ നിർത്തണം? ഈ 1 ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. 1 ബൈ എ സ്ക്വയറിനെ അവിടെ നിർത്തണം. ഏതിൻ്റെ ഇൻ്റഗ്രലാണ്? എക്സിൻ്റെ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇ ആയി. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഏതൊരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഒരു വേരിയബിൾ വന്നാലും ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തുക. എന്തിൻ്റെ മാത്രം ഇൻ്റഗ്രൽ? വേരിയബിളിൻ്റെ മാത്രം ഇൻ്റഗ്രൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ 4 sin x ഡി എക്സ് ആണെന്ന് വെച്ചോ.
അപ്പോൾ നമ്മളിവിടെ 4 കോൺസ്റ്റൻ്റ് ആണ്, 4 അവിടെ നിർത്തി. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് എക്സ് ആണ്. അതങ്ങനെ തന്നെ എഴുതി. കാരണം നമ്മുടെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ആ നോട്ടിനകത്ത് കറക്റ്റായിട്ട് ഇക്വേഷൻസ് ഉണ്ട് നമ്മുടെ ആപ്പിനകത്ത്. L1, L2, L3 എന്ന 3 സെക്ഷനായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. L1 എന്ന് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ എല്ലാം ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ L1 പഠിച്ചു കഴിഞ്ഞാൽ L2, L3 നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതായത് L2 എന്ന് പറയുന്നത് ചാപ്റ്ററിനകത്തുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. L3 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ L1 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാം. തനിയെ L2 തന്നെ ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കുക. ഓരോ എക്സസൈസും ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ L3 എന്ന് പറയുന്നത് ആ ചാപ്റ്റർ വരുന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നമുക്ക് ഇപ്പോൾ വരുന്നത്, കാരണം ന്യൂ സിലബസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് കിടക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആപ്പിനകത്ത് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. ആപ്പിൽ കയറുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിനകത്ത് L1ഉം L2, L3 എല്ലാം നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ക്ലാസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ കുട്ടികളും മാക്സിമം അത് പ്രയോജനപ്പെടുത്തണം. 90% എബോവ് മാർക്ക് നിങ്ങൾക്ക് +2 കിട്ടട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞു കോൺസ്റ്റന്റ് അവിടെ നിർത്തുകയാണ് ചെയ്യേണ്ടത്. ആ കോൺസ്റ്റന്റ് അവിടെ നിർത്തിയിട്ട് വേരിയബിളിൻ്റെ മാത്രം ഇൻ്റഗ്രലാണ്. ദെൻ 6th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 5x dx ആണെന്ന് വെച്ചോ. അപ്പോൾ 5 അവിടെ നിർത്തി. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്നാ മക്കളെ? പവർ 1 ആണ്. അപ്പോൾ x⁻²² + e വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെറിയ ബേസിക് കൂടെ നന്നായിട്ട് പഠിക്കുക. അതൊരിക്കലും സമയം കളയലല്ല കേട്ടോ. അത് പഠിച്ചാൽ മാത്രം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ പഠിച്ചു. അതിനൊരു 1 മണിക്കൂർ നിങ്ങൾ കളയുന്ന സമയം ഒരിക്കലും അത് വേസ്റ്റ് അല്ല.